ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി സീരീസ് RC പ്രോബ്ലംസ് നോക്കാം. RL പഠിച്ച് നിങ്ങൾക്ക് RLന്റെ പാർട്ട് 1 ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ കിട്ടും കേട്ടോ. RC ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ റെസിസ്റ്റർ 50 ohm and capacitor are connected in series to supply 250. നിങ്ങൾക്ക് ഓൾറെഡി വരക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. സ്പീഡ് ചെയ്യാം. ഇതിന്റെ വാല്യൂ കൊടുക്കുക 50 ohm. capacitor 3.7 മില്ലി ഫാരഡ് ആണ്. വോൾട്ടേജ് സപ്ലൈ RMS ആണ്. ചിലപ്പോൾ RMS വേണമെന്നില്ല. 250 volt. Frequency 50. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ RC പഠിക്കുമ്പോൾ കിട്ടും. ഫസ്റ്റ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്ററിന്റെ എന്താണ് റെസിസ്റ്റൻസ് പാർട്ട് C എന്ന് പറയും. ഇതിന്റെ ഇക്വേഷൻ എല്ലാം താഴെയാണ്. 1 എന്നാണ് കേട്ടോ. 2 FC. XL ആണെങ്കിലോ 2 FL ആണ്. ഇതാ 1 2 FC എന്ന് കിട്ടും. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് മൈക്രോ ഫാരഡ് ആക്കി കേട്ടോ. മില്ലി ഫാരഡ് ഒന്നും നമ്മുടെ സാധാരണ യൂസ് ഉണ്ടാവില്ല. മൈക്രോ ഫാരഡ് ആണ്. 1 2 50 10⁻⁻6. പിന്നെ ആദ്യത്തെ ഞാൻ ഇത് പറഞ്ഞുതരാം. ഇതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2.314 ഫ്രീക്വൻസി 50 എത്രയാണ് 43.7 × 10⁻⁻6. ഇങ്ങനെയാണ് കാൽക്കുലേറ്റർ ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എത്രയാണ് 72.87 ohm. 50 ohmനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ കപ്പാസിറ്ററിന്. ഇനി ഇമ്പിഡൻസ് കാണാം. ഇമ്പിഡൻസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിട്ടേണ്ട ഏതിൻ്റെയാണ്? നമ്മുടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആണ് കിട്ടേണ്ടത്. ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരിക. ഹൊറിസോണ്ടലിറ്റി 6 അല്ലേ, XC താഴെയല്ലേ, ഇങ്ങോട്ട് C, ഇവിടെ ഇതുമായിട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് സെറ്റ്. ആംഗിൾ ഇതാണ് നമ്മുടെ ഫേസ് ഡിഫറൻസ് ആയ cos θ. സെറ്റ് കിട്ടാ ഇത് തന്നെ സെയിം തന്നെയാണ് വരിക. സെറ്റ് എന്താണ്? ആറിന്റെയും എക്സിന്റെയും റൂട്ട് ഓഫ് ചെയ്താൽ പറയാം. ഇമ്പിഡൻസ് സെറ്റ് ഈസ് ഈക്വൽ ടു root of R² plus XC². ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 88.37 എന്നാണ് കിട്ടുക. ഞാൻ കൂടുതൽ കാൽക്കുലേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി കറണ്ട് ഇൻ ദ സർക്യൂട്ട് എളുപ്പമല്ലേ. ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എന്താണ്? കറണ്ട് ഇൻ ദ സർക്യൂട്ട് V/Z. അത് കിട്ടുന്നത് 2. വിയും ഇതൊക്കെ കിട്ടില്ലേ, 2.81 ആംപിയർ എന്നാണ് കിട്ടുക. ഇനിയാണ് നമ്മളെ ആക്ച്വൽ പവർ ചോദിക്കുന്നുണ്ട്. KVA റേറ്റിംഗ്, റിയാക്റ്റീവ് പവർ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വൽ പവർ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ പവർ. അതിന്റെ ഇക്വേഷൻ എന്താ? പവർ യൂസ്ഫുൾ പവർ VI cos θ ആണ്. അപ്പൊ നമുക്ക് cos θ ഒക്കെ കാണേണ്ടി വരും അല്ലേ. ഈ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് കിട്ടൂലേ, ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് cos θ is equal to ആണ് adjacent side by hypotenuse. നിങ്ങൾ അഥവാ ഓർമ്മയിൽ നിങ്ങൾക്ക് എക്സിക്ക് മുകളിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. തെറ്റൊന്നും അങ്ങനെ വരാതെ തെറ്റൊന്നുമില്ല. എക്സ് മുകളിലേക്ക് വരച്ചിട്ട് എക്സിൽ പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. cos θ R/Z കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നത് cos θ വാല്യൂ 0.5658. ലാഗിങ് ആയിരിക്കോ ലീഡിങ് ആയിരിക്കോ?
നമ്മൾ വോൾട്ടേജ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. കറണ്ട് ലീഡിങ് ആണ്. കപ്പാസിറ്റർ ഇതാണ് ഇമ്പോർട്ടൻ്റ്. ആർ സിയിൽ കറണ്ട് ലീഡിങ് ആണ് കേട്ടോ. കറണ്ട് ലീഡിങ്. അപ്പോൾ ഇത് വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് മുകളിലേക്കാണ് വരക്കേണ്ടത്. കറണ്ട് എത്ര 2.81 RMS ആണ് ഇവിടെ കാണിച്ചത്. ഇവിടുത്തെ വോൾട്ടേജ് 250. നമുക്ക് പവർ ഫാക്ടർ 0.5658 കിട്ടിയത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീറ്റ കാണാം. ആംഗിൾ തീറ്റ = കോസ്, അല്ലെ ടാനും വെക്കാം കേട്ടോ. കോസ് ഇൻവേഴ്സ് 0.5658 കണ്ടാൽ ആംഗിൾ കിട്ടുക 55°32 ആണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് VI cos θ ആണ് യൂസ്ഫുൾ പവർ, അല്ലെങ്കിൽ എന്താ പറയാം, യൂസ്ഫുൾ പവർ ഓർ കിലോ വാട്ട്. കഴിഞ്ഞ ഇല്ലേ RL കണ്ടില്ലേ, കിലോ വാട്ട്, അതൊക്കെ സെയിം ആണ്. അപ്പോൾ VI cos θ ചെയ്താൽ കിട്ടും. V അറിയാം, V250, I അറിയാം 2.81 അല്ലേ. cos θ ഇപ്പം കിട്ടി 0.5658. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 397.4 വാട്ടാണ്. പിന്നെ kV കിലോ വാട്ടിലാക്കുകയാണെങ്കിൽ 0.397 കിട്ടും. /1000 ചെയ്താൽ മതി കിലോ വാട്ടിലാക്കുക. ഇതിൽ KVA റേറ്റിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കാം. KVA റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ V × I മാത്രം ചെയ്താൽ മതി. V × I 250 × 2.81 ഇതാണ് KVA. V × I തന്നെയാണ് KVA എന്ന് പറയുന്നത്. അത് എത്ര കിട്ടും? 250 × 2.81 702 വാട്ടാണ് കിട്ടുക. ഇതിനെ /1000 ചെയ്യുക. അതായത് 0.3 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 0.725 KVA. F റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്താണ് വരിക? റിയാക്റ്റീവ് പവർ എപ്പോഴും സൈൻ തീറ്റയാണ് കേട്ടോ. VI സൈൻ തീറ്റയാണ് റിയാക്റ്റീവ് പവർ. KVA AR എന്നും പറയാം, റിയാക്റ്റീവ്. ഇപ്പോൾ സൈൻ 50° എടുത്താൽ കിട്ടും കേട്ടോ. 250 × 2.81 × സൈൻ 55 ചെയ്താൽ സൈൻ 5 ഇതിൻ്റെ വാല്യൂ സൈൻ 55.8 അടുത്താണ് വരിക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക റിയാക്റ്റീവ് പവർ 579.21 /1000 ചെയ്യാം കേട്ടോ. 0.579. ഓക്കെ, ഇതാണ് RCയുടെ കാര്യം. നമുക്ക് സ്പീഡിൽ അടുത്ത് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ RMS വാല്യൂ തന്നിട്ടില്ല. നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ ആ പ്രോബ്ലംസ് ശ്രദ്ധിക്കേണ്ടെന്ന് പറയാനും കാരണം ചെറിയൊരു എറർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നോക്കിക്കോ. വോൾട്ടേജ് സ്മോൾ ലെറ്റർ V = Vm sin ωt. ഇതാണ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അതിവിടെ നിങ്ങൾ കൊടുക്കുക 200 sin ω എന്ന് പറയുന്നത് 2πft ആണ്. ഇതിൽ നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് എടുക്കേണ്ടി വരും. ഫ്രീക്വൻസി ഒന്നും ഇതിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. ഇതിൽ നിന്ന് RMS കിട്ടുക നോക്കിയാൽ മതി. RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? Vm/√2 ആണ്. 0.707 × Vm. ഇതാണ് Vm 200. അപ്പോൾ 200 × 0.707 ആണ് എന്ത്? RMS വാല്യൂ. ഓക്കെ, നമുക്ക് ഫ്രീക്വൻസി കിട്ടണ്ടേ? 2π × f = എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 314. 2πf അല്ലേ ഇത്? ഇക്വേഷനിൽ നോക്കിക്കോ. 314T എന്നല്ല കൊടുത്തിട്ട്. 2πf 314. 314 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ? 3.14 × 10 ഇതാണ് പൈ.
അല്ലേ? 3.14 പൈ അല്ലേ? അപ്പോൾ 10 പൈ 2 പൈ എഫ് ഈസ് ഈക്വൽ ടു 10 പൈ. പൈ ക്യാൻസൽ ആവും. എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? ഇത് 100 സോറി 3.14 ഇൻറ്റു 100 ആണ് അല്ലേ? 114. 100 എഫ് നമ്മളെ 50 ഹെർട്സ് തന്നെയാണ്. ഫ്രീക്വൻസി എന്ത് കിട്ടും? 50 ഹെർട്സ്. ഇതിന്റെ വാല്യൂ RMS വാല്യൂ എത്ര കിട്ടും? RMS വാല്യൂ കിട്ടുക 141 കേട്ടോ. നിങ്ങൾ യൂട്യൂബിലെ ആ വീഡിയോ പ്രോബ്ലംസിൽ ചെറിയ തെറ്റുണ്ട്. ഞങ്ങളൊരു RMS എടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസം വരും. ഇങ്ങനെയാണ് കിട്ടുക. RMS വാല്യൂ 141, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് വരിക. വേണ്ടിക്ക് ആ ഫിഗർ വരക്കാം. ആറും സി. ഇനി എളുപ്പമല്ലേ? ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 141.4, ഫ്രീക്വൻസി 50. നിങ്ങൾക്ക് ബാക്കിയൊക്കെ എടുക്കാം. കാൽക്കുലേറ്റർ കറണ്ട് കപ്പാസിറ്റർ ഒക്കെ തന്നിട്ടില്ലേ? വാല്യൂ തന്നിട്ടില്ലേ? ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് 100 മ്യൂ. ആദ്യം ഇമ്പിഡൻസ് കറണ്ട് കാണുക. I is equal to എന്താണ്? V/Z. ആദ്യം ഇമ്പിഡൻസ് കാണണം. റിയാക്ടൻസ് എഫ് കപ്പാസിറ്റർ 1/2 പൈ FC. ഇതൊക്കെ കിട്ടി. എഫ് നമുക്ക് കിട്ടി. എല്ലാം കിട്ടി. 1/2 പൈ FC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുക 31.8 ഓം എന്നാണ് കിട്ടുക. ഇമ്പിഡൻസ് എന്ത് കിട്ടും? √R² പ്ലസ് XC². നിങ്ങളുടെ മനസ്സിൽ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഉണ്ടാകണം. വാല്യൂ 37.6 ആണ് കിട്ടുക. നിങ്ങളുടെ മനസ്സിൽ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കണം. 6 ഹൊറിസോണ്ടൽ കപ്പാസിറ്ററിന് താഴെയാണ് വരിക. XC എപ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. ഇതിന് കറണ്ട് കിട്ടും. കറണ്ട് I is equal to V/Z. ഇതിന്റെ വാല്യൂ കിട്ടുക 3.76 എന്നാണ് കിട്ടുക. കറണ്ട്. ഇനി പവർ ഫാക്ടറും പവർ അല്ലേ? പവർ ഫാക്ടർ നോക്കിക്കോളൂ. cos θ R/Z. ഇതിലെല്ലാ വാല്യൂ ഇല്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പവർ ഫാക്ടർ കിട്ടുക 0.5139 എന്നാണ് കിട്ടുക. മൂന്നാമത്തത് പവർ 3 പവർ വെറും പവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ VI cos θ കിട്ടിയാൽ മതി. ട്രൂ പവറാണ് ഉദ്ദേശിക്കേണ്ടത്. VY ഒക്കെ ഇല്ലേ ഇതിൽ? V എത്രയാണ്? RMS വാല്യൂ ആണ് V എന്ന് പറയുന്നത് കേട്ടോ. 0.4. I എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയ വാല്യൂ 3.76. cos θ 0.5139. ഇതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. കറണ്ട് യൂണിറ്റ് ആംപിയർ. ഇത് കുറച്ച് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് കപ്പാസിറ്ററിന്റെ നിർത്താം. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം ആണിത്. സ്പീഡ് പറയാം. വാട്ട് എ കപ്പാസിറ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. നമുക്കറിയില്ല. അപ്പോൾ കപ്പാസിറ്റൻസ് അൺനോൺ ആണ്. വാട്ട് എ കപ്പാസിറ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ഓഫ് 8 ohm allows a current flow എത്രയാണ്? 10.2 ആംപിയർ. വോൾട്ടേജിന്റെ RMS വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ വാല്യൂ നമുക്ക് അറിയാണ്ടുള്ളൂ. ഇതിന്റെ വാല്യൂ എത്രയാണ്? 200 വോൾട്ട്, ഫ്രീക്വൻസി 50. കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. I is equal to V/Z അല്ലേ? നമുക്കറിയാത്ത ആളാണ് XC ആണ്. ഇതിൽ I അറിയാം, V അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐന്റെ വാല്യൂ എത്ര? 10.2 equal to V എത്രയായി? 200 by Z. Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ട്രയാങ്കിൾ നോർമൽ വരിക 6. ഫസ്റ്റ് താഴോട്ട് വരയ്ക്കുക.
Z is equal to ഇത് root of r square plus xc square. ഇത് നിങ്ങൾക്ക് root of r square plus c square എത്ര കിട്ടും? 200 by ഇതൊക്കെ കാൽക്കുലേറ്റർ ചെയ്യാം. 10.2 അല്ലേ? ഇതിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 200 by 10.2. തൊട്ട് 19.6 ആണ് കിട്ടുക. എക്സ് സ്ക്വയർ ഇതിന് കിട്ടൂലേ? പിന്നെ ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ 19.6 സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. എക്സ് സ്ക്വയർ എത്ര കിട്ടും? 19.6 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 60 അല്ല 64 അല്ലേ? 8 സ്ക്വയർ അല്ലേ വരിക? 8 ആമല്ലേ? ഇതിന്റെ വാല്യൂ ഇട്ട് എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സ് ഈസ് ഇക്വൽ ടു 19.6 സ്ക്വയറിന് 64 മൈനസ് ചെയ്യാം. എക്സിന്റെ വാല്യൂ കിട്ടൂലേ? എക്സിന്റെ വാല്യൂ കിട്ടുക 17.9 ഓം ആണ് കിട്ടുക. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എക്സ് കിട്ടി, കപ്പാസിറ്റൻസ് ആണ് കിട്ടേണ്ടത് അല്ലേ? ഇതിന്റെ ഇക്വേഷൻ എന്താണ്? 1/2πfc. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സി എന്ത് കിട്ടും? ഇത് മുകളിലേക്കല്ല, സി ഇസ് ഈക്വൽ ടു 1/2πxc എന്ന് കിട്ടും അല്ലെ? 1/2πxc. ഈ വാല്യൂ ഒക്കെ 1/2πf ഉണ്ടല്ലോ, സോറി 1/2πc താഴെ c ഇൻറ്റു എഫ് കിട്ടും. 1/2πxc എത്ര? 17.9 ഇൻറ്റു 50. ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാം 1.78 ഇൻറ്റു 10⁻⁴f എന്ന് കിട്ടാം. ഇതിനെ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടിക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഷൻ ചെയ്യാം. മൈക്രോ ഫാരഡിലേക്ക് 10⁻6 മുകളിലേക്ക് പോകും. 10⁻6 വരും. കിട്ടുക 178 മൈക്രോ ഫാരഡ് എന്നാണ് കിട്ടുക. മൈക്രോയിലാക്കുന്നതാണ് നല്ലത് കേട്ടോ. സാധാരണ കപ്പാസിറ്ററൊക്കെ ഈ യൂണിറ്റിലുണ്ടാകുക, മൈക്രോ യൂണിറ്റിലാണ് ഉണ്ടാകുക. ഓക്കെ.